Good morning. Look at this. Oh my god. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ ചെയ്തത്. നമ്മളെ സ്വന്തം ബേബിക്ക് റൂമിൽ നിന്നുള്ള വ്യൂ നോക്കി. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ വ്യൂ. ഏതാ സാധനം, താഴത്ത് പൂളുണ്ട്. എനിവേ ഗുഡ് മോർണിംഗ്. എല്ലാവരും എല്ലാം അടിച്ചു പൊളിച്ചിരിക്കുക വിശ്വസിക്കുക. സിയോടില്ല ഓസിയുള്ള കുട്ടിയാണ്, എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ആളുടെ പണി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താടി, നല്ല ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മൂന്നാറിലുള്ള ഫോഗ് റിസോർട്ടിലാണ്. അപ്പം ഇത് ഇന്നത്തെ നൈറ്റോട് കൂടി നമ്മളുടെ മൂന്നാർ ഹണിമൂൺ ഇവിടെ. അയ്യടാ, സങ്കടമുണ്ടോ എനിക്ക്? സങ്കടമുണ്ടോ? ഇവിടെ നല്ല സുഖം. നമ്മള് രാവിലെ എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വിശ്രമിക്കുക, ലഞ്ച് കഴിക്കുക, ഡിന്നർ കഴിക്കുക, എനിക്ക് സ്നാക്സ് വേണമെങ്കിൽ അവർ സ്നാക്സും കൊണ്ടുത്തരും. നല്ല ജീവിതമല്ലേ, എത്ര മനോഹരമായ ആചാരങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഗെയിം സെന്റർ. ഇത് പിന്നെ നമുക്ക് കളിക്കാൻ അറിയില്ല, എനിക്ക് അതൊക്കെ പാടെ അത് മാത്രമേ കളിക്കാൻ അറിയുള്ളൂ. ഗേസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ്. അതായിരുന്നു റിസപ്ഷൻ. ഇങ്ങനെ നോക്കുമ്പോൾ ഇതാക്കണ നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ. ഇവിടെ കുറെ വില്ലകളുണ്ട്. ഓക്കെ, കണ്ടില്ല, ഇതൊക്കെ കുറച്ച് ചെറിയ വില്ലകളാണ് ഗേസ്. അതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഒരുപാട് റൂമുകളും ഉണ്ട്. വില്ല എടുത്തില്ല, കണ്ടില്ല, ചെറിയ ഓരോരോ ക്യൂട്ട് വില്ലകൾ ഗേസ്. നല്ല ഭംഗിയുടെയാണ്. കേരള ഫാമിൽ വന്നായിരുന്നു ഗേസ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത് മുതലായി കുറേ ചോക്ലേറ്റ്സ്. ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സും അതുപോലെ തന്നെ നല്ല ഹണി, നല്ല ഹൈ ക്വാളിറ്റി ഹണിയില്ലേ. അതുപോലെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. മരങ്ങള്, ആയുർവേദിക്, ഇവിടെ കുറച്ച് ഓയിൽസ് വാങ്ങി, ഹെയർ ഓയിൽ വാങ്ങി. നിങ്ങൾ മൂന്നാർ വരെയാണ് ഇവിടെ നിന്ന് കയറി വെക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹണിയും ഫ്രഷ് ആയിട്ടുള്ള കുറെ സ്പൈസസ് കഴിഞ്ഞില്ല, അതൊരു വാങ്ങായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോൾ വാങ്ങാം. അപ്പൊ ഇനി നമ്മളെ ഡിന്നർ, നമ്മളെ മൂന്നാറത്തെ അവസാനത്തെ ഡിന്നർ അവർ പുറത്തുനിന്നാണ് സെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പോയി കഴിച്ചു നോക്കാം. ഷെഫ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ടി ഷെഫിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുന്നു. ഹോപ്പ് സോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവൾക്കൊരു റൊമാൻറ്റിക് ഡിന്നർ കറങ്ങാണെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ഹണിമൂൺ നമ്മൾ വന്നിട്ട് നീ എനിക്കൊരു റൊമാൻറ്റിക് ഡിന്നർ ഓഫർ ചെയ്തില്ല. ഓ, നീ എന്താ ഇങ്ങനെ സംസാരിക്കണേ? എനിക്ക് റൊമാൻറ്റിക് ടോപ്പിക് നീയായിരുന്നു സംസാരിക്കാൻ കുടുങ്ങിയിരിക്കുക. അൽഫിന്റെ യഥാർത്ഥത വരെ ഫുഡ് അപ്പൊ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണ ഗൈസ്. നല്ല ആംബിയൻസ്. ഓവർ തണുപ്പൊന്നുമില്ല കേട്ടോ, ഓവർ തണുപ്പൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ചൂടെടുക്കാത്ത രീതിയിലുള്ള ഒരു നമ്മൾ ഇതിലെങ്ങനെയാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ട്. അൽഫി, ഞാൻ പറഞ്ഞില്ല സർപ്രൈസ് ഉണ്ടാവുന്നത്. ഹാപ്പിയോ? ഇങ്ങോട്ട് തരി ഹാപ്പിയായോ? ഞാൻ ഹാപ്പിയാണ്, പക്ഷെ അത് നിന്റെ ഭാഗത്തുനിന്നല്ല, നമ്മളെ ഫോഗിന്റെ ഭാഗത്തുനിന്നുള്ള സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കൊള്ളാം, ദാറ്റ് വാസ് ക്യൂട്ട് ഗൈസ്. ഓ, താങ്ക് യു. സെറ്റ്. അത് ഏതായാലും പൊളിച്ച് ഗൈസ്. അപ്പം നമ്മൾ ഇതാക്കണം, നമ്മളെ ഡിന്നർ കഴിക്കുന്ന സ്ഥലത്തെത്തി. ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല ആംബിയൻസ് ആണ് ഗൈസ്. കണ്ട, ചുറ്റും ലൈറ്റൊക്കെ വെച്ചിട്ട്. ഓ മൈ ഗോഡ് ഗൈസ്, എന്തൊരു ഭംഗിയാണ്. താങ്ക് യു സോ മച്ച് ഫോഗ് റിസോർട്ട്. കണ്ട, നല്ലൊരു ഭംഗിയിലവർ ക്രിയേറ്റ് ചെയ്ത്. അടിപൊളി കിട്ടും. ഒരു ഗസീബോയുടെ അകത്താണ്. എന്താണ് ഗസീബോ? അതായത് ഇങ്ങനെ ഒരു റൂഫായിട്ട് ഇങ്ങനെ. റൂഫ് അത് നീ കാണിച്ചു തരണ്ടല്ലേ. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിന്റെ ഉള്ളിലാണ്. നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല, ബട്ട് ഓവറോൾ നല്ല അടിപൊളിയാണ്. അങ്ങോട്ടേക്ക് എന്താണ് വലിയൊരു വ്യൂ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക്, പക്ഷെ അവിടെ കുറച്ച് താഴോട്ടുള്ള ഒരു കൊക്ക പോലത്തെ ഒരു സംഭവം. എന്താണെന്നറിയില്ല. സോ യാ, അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫുഡ് ഇപ്പം എത്തും. സോ എക്സൈറ്റഡ്. നമ്മൾ ഇങ്ങനെ സാധനം പ്രതീക്ഷിച്ചിട്ടില്ല. ഫുഡ് എന്താണെന്ന് അറിയില്ല, എവിടെ ഇവര് പ്ലാൻ ചെയ്തെന്ന് നമുക്കറിയില്ല. അവര് നല്ല ക്യൂട്ട് ആൻഡ് റൊമാൻറ്റിക് ആക്കി തന്നു. താങ്ക് യു. ഭംഗി. ഇനി ഫുഡ് വരട്ടെ കേസ്, കഴിക്കാം. ഇതാണ് സെറ്റപ്പ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ഭംഗിയിലായിട്ടില്ലേ. സോ ഒരു റൊമാൻറ്റിക് ആയിട്ട് അവൾക്ക് വെള്ളം സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ആ പാട്ടൊന്ന് മ്യൂട്ടാക്കിയാൽ കോപ്പറേറ്റ് കിട്ടാണ്ടായിരിക്കും. താങ്ക് യു. സൂപ്പാണ് ആദ്യം എത്തിയത്. സോ നമുക്ക് സൂപ്പ് ടേസ്റ്റ് നോക്കാം. തായ് സീ ഫുഡ് സൂപ്പ് റൈറ്റ്.
ആക്ച്വലി ഞാൻ സൂപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ലൈക്ക് പേടിച്ചു ഞാൻ, കാരണം ഞാൻ സൂപ്പ് ഞാനും അങ്ങനെ കഴിക്കും. പക്ഷെ this is good, right? ഇറ്റ്സ് നൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രോൺസും സ്ക്വിഡ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ, എന്തൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ചൊയയോ ചൊയെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു നല്ലൊരു സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്. സോ അടുത്ത ഫുഡ് ഇതാ വരുന്നുണ്ട്. ഓക്കെ, യെസ്. മെയിൻ കോഴ്സ് പോലെ ഉണ്ടല്ലോ. എന്റെ മോന, ഓ മൈ ഗോഡ് ഗൈസ്, ദിസ് ഇസ് ഇൻസെയിൻ. ഫുൾ വേറെ ലെവലാണ് ഇത്. എനിക്കുള്ളത് എന്ത്, ഷെഫിന് നമ്മളോട് ആത്മാർത്ഥത കൂടിപ്പോയി ഗൈസ്. വേറെ ലെവല് സാധനങ്ങളാണ്. ഇത് കട്ട് ചെയ്ത് കഴിക്കണ രുചി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഓ മൈ ഗോഡ്, അതിന്റെ ഉള്ളിൽ നല്ല കുക്കിടാന്ന് തോന്നില്ലേ, നല്ല അടിപൊളി സാധനം തോന്നിട്ടോ. ഓ, ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട്? നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഇല്ലേ? കൊറേ ഫ്ലേവേഴ്സ് വരുന്നുണ്ട്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് മൊത്തം കഴിക്കാൻ പോവാ. ഗൈസ്, അപ്പോൾ സ്റ്റാർട്ടേഴ്സും അങ്ങനെ കഴിച്ച് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ഷെഫിന് നമ്മളോട് സ്നേഹം കൂടിപ്പോയതുകൊണ്ടാണ്, ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ടാണ്. നമുക്ക് സാധാരണ രണ്ടാക്കൂടെ ഒരു പ്ലേറ്റ് മതി, ഇത് രണ്ടാക്കി സെപ്പറേറ്റ്. പക്ഷെ എന്താ പറയാ, പ്രോൺസ് ആയതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു. ചിക്കനാണ് കുറച്ച് ഡൗൺ, പക്ഷെ പ്രോൺസ് ആയതുകൊണ്ട് എത്ര പ്ലേറ്റ് കിട്ടിയാലും കഴിക്കും. ടേസ്റ്റ് അറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. സൂപ്പിലും സീ ഫുഡ് ആയിരുന്നു, ഇതിലും സീ ഫുഡ് മിക്സ്ഡായിരുന്നു. സ്ക്വിഡും പ്രോൺസും ആണ് നമ്മുടെ രണ്ടുപേരുടെ ഫേവറേറ്റ്. ചിക്കനെക്കാട്ടി കൂടുതൽ ഞങ്ങളതാ ഇഷ്ടം. നമ്മളുടെ മെയിൻ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു കാലാണ് ബീഫിന്റെ ആണ്. ഗൈസ്, അപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ ഷെഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഷെഫ്, യുവർ നെയിം പ്ലീസ്? My name is Sheikh Rahman. Okay. You're from? I'm from Odisha. Odisha. I'm working here is 10 years. Finished this property going to open starting. Yeah, this okay. is 10 years already. അതായത് ഈ പ്രോപ്പർട്ടി തുറന്നു മുതൽ ഇദ്ദേഹം ഇവിടെ ഉണ്ട്. ഇദ്ദേഹമാണ് എല്ലാ ഫുഡും കാര്യം നിൽക്കുന്നത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേസിംഗ് ഫുഡ്. Thank you so much. Welcome. I want to appreciate you for the soup. Actually, I never gonna complete or I never gonna taste a soup because whenever I try a soup, I'll be disappointed. But this soup was really amazing. Thank you so much. Okay, thank you. It has to enjoy. Yeah, Oh, thank you so much. Thank you so much. Yeah. Guys, അപ്പോൾ ഡെസേർട്ട് വരാൻ ടൈം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി. നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ നിന്നിരുന്നു. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പം താഴത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കാണാൻ. സ്റ്റെപ്പ് ഉണ്ട്, സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ വീണ് പോകും. നല്ലൊരു സ്പോട്ട് അല്ലേ? നമ്മളിപ്പോ ഇവിടെ വന്നപ്പോഴാണ് ഈ സ്പോട്ട് കാണുന്നത്. ഇത് താഴത്തുണ്ടെന്ന് അറിയത്തില്ല ഗൈസ്, കാരണം അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് താഴോട്ട് പോകുക. നല്ലൊരു ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം, നൈറ്റ് ആയതുകൊണ്ടും ഇതിനൊരു പ്രൈവറ്റ് ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഡെസേർട്ട് വന്നോ? ഇവിടെ ആരാ ഊഞ്ഞാലടി കളിക്കണേ? അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക് പോവാണ്. അത് താഴത്തായിരുന്നു കേസ്. കയറുമ്പോഴുള്ളൊരു കിതപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെ റൂമിൽ പോട്ടെ കേസ്. ഒരു ഷോർട്ട് ബൈ കിട്ടി. ഞാൻ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയി. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് റൂമിൽ പോവാ. ആ കുറിട്ട് ഓടിപ്പോയി കേസ്. അവളെ കാണാനില്ല. നമ്മളെ റൂം 108 അവേ ഓപ്പൺ. ഉരുട്ട് ഓപ്പൺ ആക്കില്ലല്ലേ നിന്റെ? ഓപ്പൺ ആക്കടേ. യുവർ ഹസ്ബൻഡ് ഈസ് ഹിയർ. യുവർ ഹസ്ബൻഡ്. അയ്യോ, ഫുഡൊക്കെ കഴിച്ച് ഒരു രക്ഷയില്ല. ഇനി ഉറക്കം. ഇനി എനിക്ക് വ്ലോഗ് ചെയ്യാൻ കഴിയില്ല. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിയും. ഐ ആം ഡൺ. ഗുഡ് നൈറ്റ് ഗൈസ്. ബൈ. ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ നമ്മളങ്ങനെ ഇന്ന് എന്താ പറയുക, ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാനോ പോകുന്നത്. ഇനി എങ്ങോട്ടൊന്നൊരു ഐഡിയ ഇല്ല.
സോ വേറെ റിസോർട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ വ്യൂസ് കാണാനുണ്ട്, അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങോട്ടാണത്. ഇന്നും കൂടി ഉള്ളു ഇവിടെ വ്യൂ ഇങ്ങനെ കണ്ടു തരാം. ഞങ്ങൾ ആ ഒരു ബലൂൺ ഉണ്ടായിരുന്നു, നിങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ നിങ്ങൾ കണ്ടൊരു ബലൂണെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു. അതിൽ കയറാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, സൂം ചെയ്ത് കാണിച്ചു. കണ്ട ബലൂൺ കണ്ട, ആ ബലൂണിൽ കയറാൻ പ്ലാൻ. പക്ഷെ എനിക്കൊരു ചെറിയൊരു പേടി, ഒരു സേഫ്റ്റീൻ്റെ ഒരു ഇഷ്യൂ കാരണം എനിക്കൊരു പേടിയുണ്ട്. കണ്ടില്ല പൊങ്ങുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു അതിൽ ആളുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ചെറിയൊരാളുണ്ടെന്ന് തോന്നുന്നത്. ഫയർ ചെയ്ത് പൊങ്ങുന്നുണ്ട്. അത് വേറെ അങ്ങോട്ടും പോകില്ലാന്ന് തോന്നുന്നു. അവിടെ മാത്രം ഇങ്ങനെ കറങ്ങാൻ തോന്നുന്നു, കാരണം അത് വേറെ അങ്ങോട്ട് പോകണം ഇത്രയും നേരമായിട്ട് കണ്ടിട്ടില്ല. സോ അതിൽ കയറാൻ ആഗ്രഹമുണ്ട്. വെൽ നമുക്ക് നോക്കാം. എന്നാണ് ഭയങ്കര ക്ലിയർ കേട്ടോ, എൻ്റെ പൊന്നേ. നിങ്ങൾ നോക്കിയാണോ സ്കൈ കൊണ്ട് കത്തി ജ്വരിച്ച് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഏതായാലും ടാറ്റ പറയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നല്ല കിടക്കാച്ച വീഡിയോസ് വരും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നൊക്കെ ഉണ്ട്, പക്ഷെ അറിയില്ല എത്ര ദിവസം ഈ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത്. കഴിയുന്നിടത്താണ് ഇടാം. ഓക്കെ, നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇടാം. ലവ് യു, ടാറ്റ.